ഹലോ, ഇന്ന് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ റേഗൻസ്ബർഗിൽ ഒരു ട്രിപ്പ് പോയായിരുന്നു. ജർമ്മനിയിലെ സ്ഥലമാണത് റേഗൻസ്ബർഗ് എന്ന്. അപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടൽ ഞങ്ങൾ സ്റ്റേ ചെയ്തു. അപ്പം ആ റൂമിന് ഞങ്ങൾക്ക് 98 യൂറോ ആയി. ഇന്ത്യൻ റുപ്പീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 റുപ്പീസ് ആയി കേട്ടോ. പക്ഷെ അത്രമാത്രം എനിക്കൊരു 10,000 രൂപയുടെ എക്സ്പീരിയൻസ് ഒന്നും അതിൻ്റെ ഇന്ത്യൻ റുപ്പീസിൻ്റെ അത്രയും കിട്ടിയില്ല. ഇതൊരു ഡബിൾ റൂം ആയിരുന്നു എടുത്തത്. എല്ലാം ഹോട്ടൽസിലെ പോലെ തന്നെ ആയിരുന്നു. പ്രത്യേകിച്ച് ഭയങ്കര ഇത്രയും 98 യൂറോ ഒക്കെ കൊടുത്ത് വരുന്നതിൻ്റെ അത്രയും ഒരു ഇതൊന്നും കാണിച്ചില്ല. 2 സെപ്പറേറ്റ് ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തൊരു ചെറിയൊരു ഷെൽഫ് പോലെ ഉണ്ടായിരുന്നു. ഒരു ക്ലോസ്ഡ് കബോർഡ്സ് ഒന്നും അതിൻ്റെ അകത്തൊന്നും ഇല്ലായിരുന്നു. ഓപ്പൺ ആയിട്ടുള്ളൊരു ചെറിയൊരു ഷെൽഫ്, നമുക്കൊരു ജാക്കറ്റൊക്കെ ഹാങ് ചെയ്യാനും ഷർട്ട്സൊക്കെ ഹാങ് ചെയ്യാനും വേണ്ടി മാത്രമുള്ളൊരു ഇത്. പിന്നെ ഒരു വലിയൊരു മിററ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലഗേജൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പാർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ booking.com വഴിയാണ് ഇത് ബുക്ക് ചെയ്തത്. 2 ദിവസത്തെ സ്റ്റേ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് 13 യൂറോസ് അഡീഷണൽ കൊടുക്കണമായിരുന്നു നമുക്കവിടെ. ബാത്റൂം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം ചില ഹോട്ടൽസിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും ബാത്റൂമൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെ ആയിരുന്നു. ടബൊന്നും ഇല്ലായിരുന്നു, ഷവർ ഏരിയ മാത്രമേ ഉള്ളായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ അകത്തുള്ളൊരു ലുക്ക്, കണ്ടോ. പൊതുവേ അതിൻ്റെ അകത്ത് നല്ല നീറ്റായിരുന്നു. പിന്നെ ടവൽസൊക്കെ അവർ ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഷവർ ക്യൂബിക്കിളും ആയിരുന്നു അതിൻ്റെ അകത്ത് കേട്ടോ. പിന്നെ ഒരു വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ ഇത്രയും വലിയൊരു TV, ഇതെനിക്ക് തോന്നുന്നൊരു 65 ഇഞ്ചിൻ്റെ TV ആയിരുന്നു തന്നിട്ടുള്ളത്. സാധാരണ ചെറിയ TV ആയിരിക്കും എല്ലാ ഹോട്ടൽ റൂംസിലൊക്കെ വെക്കുന്നത്. പിന്നെ അവരുടെ കുറേ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യങ്ങളും പിന്നെ അങ്ങനെയുള്ള ചെറിയൊരു ടേബിളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിലായിട്ടൊരു ഫാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സമ്മർ ആയതുകൊണ്ട് അവർ ഫാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുടിക്കാൻ വേണ്ടി വെള്ളം. പിന്നെ ഒരു ലാമ്പ്, പിന്നെ ഇരിക്കാൻ വേണ്ടി ഒരു നല്ലൊരു ചെയറാട്ടോ ഇത് നല്ല നമുക്കിരിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയറായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തൊരു 98 യൂറോസിൻ്റെ അത്രയൊന്നും എൻ്റെ അടുത്ത് കാണുന്നൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. ഇത് ഡോക്ക് 1 എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.